ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രധാനമായി 2 കോംബോകളാണ് ഉണ്ടായിരുന്നത്. ജാസ്മിൻ ഗബ്രി കോംബോയും ശ്രീതു അർജുൻ കോംബോയും. ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ ബിഗ് ബോസിന് അകത്തും പുറത്തും നിരവധി വിവാദങ്ങളും വഴിത്തിരിവുകളും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ശ്രീതുവിന്റെയും അർജുന്റെയും കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായിരുന്നു. അവരുടെ കോംബോ പരമാവധി അവർക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നു. ജാസ്മിൻ ഗബ്രി കോംബോ പോലെ തന്നെ അല്ലെങ്കിലും വേറൊരു തരത്തിൽ ആർക്കും ഒരു വ്യക്തത വരാത്ത ഗെയിമായിരുന്നു ശ്രീതുവിന്റെയും അർജുന്റെയും. എന്നാൽ ഇതെല്ലാം കൃത്യമായി ഇവരുടെ, പ്രത്യേകിച്ച് ശ്രീതുവിന്റെ ഗെയിം ആയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ. അർജുൻ ഫേക്ക് അല്ലയോ എന്ന് ചിരിച്ചുകൊണ്ടാണെങ്കിലും ശ്രീതു മുഖത്തുനോക്കി ചോദിച്ചു എന്നതാണ് ശ്രദ്ധേയം. പുറത്ത് അമ്മയുടെ റെസ്പോൺസ് എന്താണെന്ന് ശ്രീതു ശരണ്യയിൽ നിന്ന് അറിയുകയും ചെയ്തു. ഇതോടെയാണ് പതിവ് പോലെ ചിരിച്ചുകൊണ്ട് അർജുനും ശ്രീതുവും സംസാരിക്കാൻ തുടങ്ങിയത്. "നീ കൂടുതൽ അഭിനയിക്കേണ്ട, ക്യാമറയില്ലാതെ എനിക്ക് അർജുനെ ഒന്ന് കാണണം, നേരിട്ട് അർജുൻ്റെ ക്യാരക്ടർ ഒന്ന് അറിയണം. അതിന് ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അർജുൻ്റെ സ്വഭാവം എനിക്ക് അറിയണം. ബിഗ് ബോസിൻ്റെ ഗേറ്റിന് അപ്പുറത്ത് അർജുൻ എന്താണെന്ന് അറിയണം" എന്നായിരുന്നു ശ്രീതു പറഞ്ഞത്. ബിഗ് ബോസിന് അകത്തേക്കും പുറത്തേക്കും അർജുൻ ഒന്നാണ്. "ഒരു പാവം പയ്യനെ നീ തെറ്റിദ്ധരിക്കുകയാണെന്നായിരുന്നു തമാശയെന്ന രീതിയിൽ അർജുൻ മറുപടി നൽകിയത്. "അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ജഡ്ജ് ചെയ്തതെന്ന് എനിക്കറിയാം. കാണുന്നവർക്ക് അറിയില്ലല്ലോ ഇവിടെ അർജുൻ കാണിക്കുന്നതെന്ന്. ഓപ്പണായിട്ട് തന്നെ പറയുകയാണ് നീ ഫേക്കാണെന്ന്. ഇത് കൺട്രോൾഡ് അർജുൻ. ഇങ്ങനെ കൺട്രോൾഡായി പെരുമാറാൻ നീ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? എന്തെങ്കിലും സെഷന് പോയോ?" എന്നായിരുന്നു ശ്രീതുവിൻ്റെ മറുപടി. നേരെ തിരിച്ച് ശ്രീതുവിനെതിരെയും അർജുൻ കൊട്ടുന്നുണ്ട്. "നിനക്ക് 25 വയസ്സായി. നീ എന്ത് കോൺട്രിബ്യൂഷനാണ് ബിഗ് ബോസിൽ കൊടുത്തതെന്നായിരുന്നു അർജുൻ്റെ ചോദ്യം. അതേസമയം ആളുകളെ പറ്റിക്കാൻ വേണ്ടി സൃഷ്ടിച്ച കോംബോ ആയിരുന്നു ഇവരുടേതെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നതും അത്തരത്തിലുള്ള ഒരു കുറിപ്പിൻ്റെ രൂപം ഉണ്ട്. ശ്രീതു ഇനിയെങ്കിലും അമ്മ പറഞ്ഞു തന്ന വാക്കുകൾക്ക് ആഴം മനസ്സിലാവുമെന്ന് കരുതാം. അർജുൻ ശ്രീതു കോംബോ പ്രണയമാണോ സൗഹൃദമാണോ എന്നൊന്നും ആർക്കും അറിയേണ്ടതുണ്ടായിരുന്നില്ല. ശ്രീജുൻ എന്ന പേരിൽ ഒറ്റ മത്സരാർത്ഥിയായിരുന്നു ഇവർ. ബിഗ് ബോസ് ആയ ലവ് കോംബോ വേണമെന്ന് ശാഠ്യം പിടിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കോംബോയാണ് ശ്രീതു അർജുൻ കോംബോ. ബിഗ് ബോസിൽ എത്ര കോംബോ ഉണ്ടാക്കിയാലും അതിൻ്റെ ബെനിഫിറ്റ് ഒരാൾക്ക് മാത്രം ആയിരിക്കും. ഇത്രയും സീസൺ ഉണ്ടായിട്ടും ഈ ഭാഗ്യ പരീക്ഷണത്തിന് എന്തിനു നിൽക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഒറ്റയ്ക്ക് കളിച്ച് തിളങ്ങാൻ അവസരമുണ്ടായിട്ടും അർജുനും ജാസ്മിനും വേണ്ടി ബലിയാടായത് ഗബ്രിയും ശ്രീതുവും മാത്രമാണ്. ശ്രീതുവിന് അറിയാമായിരുന്നു അർജുൻ ഫേക്കാണെന്ന്. എല്ലാം കൺട്രോൾ ചെയ്ത് ഫേക്ക് ചിരി ഫിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നും ശ്രീതു തെറ്റിദ്ധരിച്ചു. ഒരുപാട് ടാലൻ്റ് ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഒരു കോംബോ ഫാൻസ് തൃപ്തിപ്പെടുത്തി പറ്റിക്കാൻ നിന്ന് കൊടുക്കുകയാണ് ചെയ്തത്. ഫൈനലിൽ ടോപ്പ് 5 എന്ന സ്വപ്നത്തിന് തൊട്ടു മുമ്പ് ശ്രീതു പുറത്താവുകയും ചെയ്തിരുന്നു.